ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ചെമ്പനീർ പൂവിന്റെ പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ നമ്മുടെ രേവതി വീണ്ടും ആ ഒരു പഴയ പണികളൊക്കെ തുടങ്ങും കേട്ടോ. അപ്പൊ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷ ഇങ്ങനെ കൊതുകിനെ കൊല്ലുന്ന ബാറ്റൊക്കെ ഇട്ട് ഇങ്ങനെ പൊക്കത്ത് നിലയിൽ അടിയിലോട്ട് ഇറങ്ങും കേട്ടോ. അപ്പൊ നമ്മുടെ വർഷ ഭയങ്കര ഷോർട്ട് ആയിട്ടുള്ള ഒരു ടോപ്പ് മാത്രമായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ അച്ഛൻ നമ്മുടെ രവീന്ദ്രൻ ഇത് കാണുമ്പോൾ ഇങ്ങനെ കണ്ണൊക്കെ പൊത്തിപ്പിടിക്കുന്നുണ്ട്. അപ്പൊ ചന്ദ്രമതി പോയി പറയുന്നുണ്ട്, വർഷ ഈ ഡ്രസ്സ് മാറ്റിയിടുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ വർഷ അത് കേൾക്കുന്നതേ ഇല്ല, ഈ ഡ്രസ്സാണ് എനിക്ക് കംഫർട്ട് എന്നൊക്കെ പറഞ്ഞിടുന്നുണ്ട്. പിന്നീട് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്. അപ്പൊ ശ്രുതി പറയുന്നത് നമ്മുടെ വർഷ കേൾക്കുന്നില്ല. പിന്നീട് രേവതിയാണ് ഇങ്ങനെ നമുക്ക് കംഫർട്ട്, നമ്മുടെ കംഫർട്ട് അല്ല, ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവരുടെ കംഫർട്ടും കൂടി നമ്മൾ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി പറയുമ്പോൾ നമ്മുടെ വർഷ കേൾക്കുന്നുണ്ട്. ശേഷം ആ വേറൊരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ട്. അതിന് പിന്നാലെ ഉണ്ടല്ലോ, പിറ്റേ ദിവസം നമ്മുടെ രേവതി ഇങ്ങനെ അലക്കാൻ വേണ്ടി കുറച്ച് തുണിയൊക്കെ ആയിട്ട് ഇറങ്ങും. അപ്പൊ നമ്മുടെ ചന്ദ്ര രവീന്ദ്രന്റെ അച്ഛന്റെ കുറച്ച് തുണിയുണ്ടെന്ന് പറഞ്ഞ് അത് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ശ്രുതി ഓടി വരുന്നുണ്ട്. ഇത് കുറച്ച് ശ്രുതിയുടെ കുറച്ച് ഡ്രസ്സുകളാണ്, ശ്രുതിക്ക് നാളെ ഷോറൂമിൽ പോകുമ്പോൾ ഇത് തന്നെ ഇടണം, എനിക്കിപ്പോ ഇന്ന് സമയമില്ല രേവതി, നീ ഒന്ന് ഇത് അലക്കി തന്നെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ രേവതി പതിവ് പോലെ പറയുന്നുണ്ട്, നിന്റെ ഭർത്താവിന്റെ ഒന്നും ഞാൻ ചെയ്യില്ലാതെ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് എല്ലാവരോടും, അത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്, ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ചന്ദ്ര കുറെയൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷെ രേവതി ആ ഒരു പറഞ്ഞതിൽ തന്നെ ഇങ്ങനെ ഉറച്ചു നിൽക്കുക കേട്ടോ. അതിന് പിന്നാലെ നമ്മുടെ വർഷ കുറച്ച് ഡ്രസ്സായിട്ട് വരുന്നുണ്ട്. അപ്പൊ വർഷ ഇങ്ങനെ പറയുന്നുണ്ട്, അയ്യോ രേവതി ചേച്ചി ഇത്രയും തുണികളോ അമ്മ. അപ്പൊ നമ്മുടെ ചന്ദ്രയോട് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ വർഷ, അമ്മ ഇവിടെ വെറുതെ ഇരിക്കുവല്ലേ, അമ്മയ്ക്കൊന്ന് ചേച്ചിയെ ഹെൽപ്പ് ചെയ്തൂടെ, ഇപ്പൊ രണ്ടുപേരും കൂടി ചെയ്യുമ്പോൾ പെട്ടെന്ന് തീരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, ഇല്ല അതൊക്കെ അവൾ ഒറ്റയ്ക്ക് ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ രേവതി വർഷയുടെ തുണിയും മേടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വർഷ അപ്പൊ പറയുന്നുണ്ട്, ഒരു മിനിറ്റ് ചേച്ചി അവിടെ നിക്കണേന്ന് പറഞ്ഞിട്ട് നമ്മുടെ വർഷം മുറി പോയിട്ട് ഒരു 2000 രൂപയും കൊണ്ട് വരുവാ കേട്ടോ. എന്നിട്ട് രേവതിക്ക് വെച്ച് നീട്ടുവാ. അപ്പൊ രേവതിക്ക് എന്താ പറയാ, നമ്മുടെ ശ്രുതിക്കും നമ്മുടെ ചന്ദ്രയ്ക്കും ഭയങ്കര സന്തോഷവും. കാരണം എന്ന് വെച്ചാല് നമ്മുടെ വർഷ രേവതിനെ ഒരു വേലക്കാരിനെ പോലെയാണ് കണ്ടിരിക്കുന്നത്. ആ ഒരു രീതിയിൽ ഇവര് ഭയങ്കര എടുത്തുകൊണ്ട് ഇത് ഭയങ്കര ചിരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പക്ഷെ വർഷ ഭയങ്കര നിഷ്കളങ്കതയോട് കൂടിയാണ് നമ്മുടെ രേവതിക്ക് കൊടുക്കുന്നത്. ചേച്ചിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് മേടിച്ചോളൂ എന്നും പറഞ്ഞിട്ട്. പക്ഷെ രേവതിയുടെ കണ്ണ് ഭയങ്കരമായിട്ട് നിറയുന്നുണ്ട് കേട്ടോ. ഒരു വേലക്കാരിക്ക് കൊടുക്കുന്ന പോലെ ആ ഒരു തുണി അലക്കി കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ അവരുടെ പണിയൊക്കെ ചെയ്തു കൊടുക്കുന്നതിനോ ഒരു വേലക്കാരിക്ക് ഒരു പൈസ കൊടുക്കുമല്ലോ, അതുപോലെ നമ്മുടെ രേവതിക്കാണ് ആ പൈസ വെച്ച് നീട്ടിയത്. അപ്പൊ രേവതിക്കും ചെറുതായിട്ടൊക്കെ സങ്കടമായി. പക്ഷെ വർഷം അങ്ങനത്തെ ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല കൊടുത്തത് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ ശ്രുതിയും ചന്ദ്രമതിയും ഭയങ്കര ഹാപ്പിയിലാണ്. നമ്മുടെ രേവതിനെ നമ്മുടെ വർഷ വേലക്കാരിയാക്കി എന്ന് പറഞ്ഞ് അവർ ഭയങ്കര ഹാപ്പിയിൽ നിൽക്കുന്ന ഒരു രംഗത്തിലാട്ടോ നമുക്ക് ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്ന പുകില് അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.